നമസ്കാരം. കോൺഗ്രസിന്റെ ലോക്സഭാ സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ആലപ്പുഴ സീറ്റിൽ മത്സരിക്കാൻ സംസ്ഥാന നേതൃത്വത്തെ സന്നദ്ധത അറിയിച്ച് ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. സ്ഥാനാർത്ഥി പട്ടികയിൽ സാമുദായിക സന്തുലനം ഉറപ്പുവരുത്തി പാർട്ടി തീരുമാനിച്ചാൽ താൻ മത്സരിക്കുന്നത് പരിഗണിക്കാമെന്ന് കെ.സി. വേണുഗോപാൽ നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന. വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കണമെന്ന് സംസ്ഥാന നേതൃത്വം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിലും ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടായേക്കും. വയനാട്ടിൽ മത്സരിക്കില്ലെന്ന സൂചന രാഹുൽ നൽകിയിട്ടില്ലെന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലും രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കും. ഗാന്ധി കുടുംബം വടക്കേ ഇന്ത്യ ഉപേക്ഷിച്ചാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ തിരിച്ചടി കണക്കിലെടുത്താണ് അമേഠിയിൽ നിന്ന് വീണ്ടും ജനവിധി തേടാൻ രാഹുൽ തയ്യാറെടുക്കുന്നത്. 2019 തോൽവിക്ക് ശേഷം കഴിഞ്ഞയാഴ്ച ഭാരത് ജോഡോ യാത്രയുമായാണ് രാഹുൽ അമേഠിയിലെത്തിയത്. തൊഴിലില്ലായ്മയും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും എണ്ണിപ്പറഞ്ഞ് 5 വർഷങ്ങൾക്കിപ്പുറം വോട്ടർമാരോട് സംസാരിച്ചു. രാഹുലിന്റെ അമേഠി പര്യടനത്തിലുടനീളം യുവാക്കളുടെ വലിയ പിന്തുണയും കണ്ടു. തോൽവിയിൽ ഭയന്ന രാഹുലിന് തിരിച്ചു വരാൻ ധൈര്യമുണ്ടോ എന്ന ബി.ജെ.പിയുടെ വെല്ലുവിളിക്കിടെയാണ് അമേഠിയിലേക്ക് നീങ്ങാനുള്ള തീരുമാനം. കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല ഇക്കുറി എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യം ഗുണം ചെയ്യുമെന്നും കരുതുന്നു. സിറ്റിംഗ് എം.പി. സ്മൃതി ഇറാനിക്ക് മണ്ഡലം നിലനിർത്തുക എളുപ്പമാവില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. പാചകവാതക വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സാധാരണക്കാർക്കിടെ രോക്ഷവുമുണ്ട്. സാഹചര്യം മനസ്സിലാക്കി ഭാരത് ജോഡോ യാത്രയിലൂടെ അമേഠിയിലേക്ക് രാഹുൽ ഒരു റീ എൻട്രി നടത്തുകയായിരുന്നു. രാഹുലിന്റെ സാധ്യത തള്ളാതെ കോൺഗ്രസിന് ഏറെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് അമേഠി എന്ന് രാജീവ് ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ മത്സര ചരിത്രം ഓർമ്മപ്പെടുത്തി ജയറാം രമേശ് പ്രതികരിച്ചു.